1980 കോൺഗ്രസ് ഐക്ക് വേണ്ടി ടി.കെ. ഹംസ മത്സരിച്ച തെരഞ്ഞെടുപ്പുണ്ട്. കെ. കരുണാകരനൊപ്പം നിന്ന കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു ഹംസ. അന്ന് കോൺഗ്രസ് യുണൈറ്റഡിന്റെ സ്ഥാനാർത്ഥി CH ഹരിദാസ് ആയിരുന്നു ഇടതുപക്ഷത്തോടൊപ്പം നിന്ന യു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അന്ന് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് തോറ്റ ടി.കെ. ഹംസയാണ് 1982 CPIM സ്വതന്ത്രനായി ജയിച്ചത്. കുഞ്ഞാലിക്കെതിരായ ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ ആര്യാടൻ എന്നതുപോലെ ടി.കെ. ഹംസയും അന്ന് DCC പ്രസിഡന്റ് ആയിരുന്നു. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വന്ന് മത്സരിച്ചത് CPIM സ്വതന്ത്രനായിട്ടാണ് എന്ന് മാത്രം. നിലമ്പൂരിൽ ഇതിനു മുമ്പ് CPIM സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടില്ല എന്ന് ഇതിനർത്ഥമില്ല. P. ശ്രീരാമകൃഷ്ണനും K. കുഞ്ഞാലിയും മാത്രമല്ല ഇവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ളത്. 1970 PV കുഞ്ഞിക്കണ്ണനും 1977 K. സൈതാലിക്കുട്ടിയും CPIM ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിച്ചത്. 1987 ദേവദാസ് പൊറ്റക്കാടും CPIM ചിഹ്നത്തിൽ മത്സരിച്ചയാളാണ്. പിന്നീട് സ്വതന്ത്ര പരീക്ഷണങ്ങളായിരുന്നു കൂടുതലും. K. അബ്ദുറഹ്മാനും P. അൻവർ മാസ്റ്ററും M. തോമസ് മാത്യുവും ഒക്കെയായിരുന്നു LDFനായി മത്സരിച്ചത്. ശേഷം PV അൻവറിന്റെ ഊഴവും. PV അൻവർ 2016 ഇതേ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദീർഘകാലം പിതാവ് ജയിച്ച ശേഷം അതേ മണ്ഡലത്തിൽ പുത്രൻ മത്സരിക്കുന്നതിന്റെ എതിർപ്പായിരുന്നു അത്.